ഹായ് ഫ്രണ്ട്സ്, ജാൻവി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ മുത്തശ്ശിയും അമ്മയും ഒക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്കുണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മണിപ്പുട്ടും തേങ്ങാപ്പാൽ കുറുക്കിയതും. പാപ്പി കാച്ചിയതെന്നും പറയാറുണ്ട്. ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കും ഉള്ള മാവാണ് മണിപ്പുട്ടിനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ആവശ്യത്തിനുള്ള മാവെടുത്ത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കാം. ഈ തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴയ്ക്കാവുന്ന പരുവമാകുമ്പോഴത്തേനും കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. യഥാർത്ഥത്തിൽ മണിപ്പുട്ടുണ്ടാക്കാൻ കുറച്ച് ക്ഷമ ആവശ്യമാണ്. വളരെ ചെറിയ മണികൾ പോലെയാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന മണികളിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടി തൂക്കി കൊടുക്കാം. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ചെറിയ ചെറിയ മണികളായിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇതിപ്പോൾ ഒരു കുറ്റി പുട്ടിനുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വയ്ക്കാം. അഞ്ചാറ് പേരുള്ള വീട്ടിലാണെങ്കിൽ അത്രയൊക്കെ ഉരുട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് മണിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. നമ്മുടെ സേവനാഴി എടുക്കുക. അതിൽ ഇടിയപ്പത്തിൻ്റെ അച്ചല്ലാതെ അതിനേക്കാൾ വലിയ ഹോളുള്ള ഒരു അച്ചുണ്ടാവും. അതിട്ട ശേഷം നമുക്ക് മാവ് നിറയ്ക്കാം. ഇനി ഒരു പേപ്പർ നിവർത്തിയിട്ട ശേഷം അതിലേക്ക് അരിപ്പൊടി തൂവാം. അതിന് മുകളിൽ നമുക്ക് മാവ് പിഴിയാം. ഇടയ്ക്ക് അല്പം മാവ് അതിൽ തൂവണം. തമ്മിൽ ഒട്ടാതിരിക്കാനാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് അതെല്ലാം പൊടിക്കാം. വളരെ സാവധാനം പൊടിക്കണം. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി വരും. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരണം. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലൊഴിച്ച് കഴിക്കാനുള്ള തേങ്ങാപ്പാൽ കുറുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു മുറി തേങ്ങ 6 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത പാലാണിത്. ഇവിടെ 6 ഗ്ലാസ്സിന് 10 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മൾ മണിപ്പുട്ടിന് ഉപയോഗിച്ച അതേ അരിപ്പൊടി ഒരു 8 സ്പൂണും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കി അലിയിച്ച ശേഷം അടുപ്പിൽ വെച്ച് കുറുക്കി ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ കാച്ചിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൈയെടുക്കാതെ ഇളക്കി വേണം കുറുക്കിയെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പരുവം. ഏലക്ക ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഈ കുറുക്കിൽ ചേർക്കാം കേട്ടോ. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു പലഹാരമാണിത്. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.